ഇസ്മായിൽ, എൻ്റെ പേര് BA ഇസ്മായിൽ നിന്ന്. പിന്നെ കണ്ണൂർ എന്ന സ്ഥലത്താണ് ഞാൻ. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കുന്നതാണ്. ഇവിടെ 2 കൊല്ലമായി, 6 കൊല്ലമായി ദുബൈയിൽ. പണി ഡോർ തുറക്കുന്ന ഒരു പണിയാണ്. എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. എല്ലാവരും കൂടി ഹെൽപ്പെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം കുറച്ച് ഇത് അറിയുന്നുണ്ട്. പിന്നെ എഴുതാനും വായിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ പിന്നെ നോക്കുമ്പോൾ എനിക്ക് വീക്കം, ഒരു തൊണ്ട വീക്കം വന്ന് അങ്ങനെ പോകാൻ പറ്റിയില്ല, സുഖമില്ലാണ്ടായി. പിന്നെ അന്ന് മാഷന്മാരെല്ലാം പറഞ്ഞ് എന്നെ വന്നാൽ ശരിയാവില്ല, എനിക്ക് വർത്താനം വായിക്കാനൊന്നും പറ്റൂല എന്ന്. പണ്ട് ഞാൻ കർണാടകയിലായിരുന്നു, അയ്യങ്കേരി സ്ഥലത്താണ്. പിന്നെ ഇത്ര മക്കളുണ്ടായിരുന്നു, നമുക്ക് 6 മക്കളുണ്ടായിരുന്നു. പിന്നെ 6 മക്കളിൽ ഇപ്പോൾ കുറച്ച് 2 ഉണ്ട്, അല്ല 3 ഉണ്ട്. ബാക്കിയെല്ലാം മരിച്ചു. ഉപ്പയില്ല, ഉമ്മയില്ല. ഞാൻ ഒരു 10-15 വയസ്സാകുമ്പോൾ പിന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും മരിച്ചു. പിന്നെ അവർ സുഖമില്ലാണ്ടായിട്ട് ഇങ്ങനെ എന്തെല്ലാം സുഖമെല്ലാം വന്ന് ഇതായിട്ട് പിന്നെ നോക്കുമ്പോൾ സ്ഥലം അത് ഇതെല്ലാം വിറ്റു. എന്നിട്ട് ചികിത്സ നടത്തി ഒന്നും ഇതായില്ല. പിന്നെ അവർ മരണപ്പെട്ടു, 2 ഇപ്പോൾ പിന്നെ കാപ്പീൻ്റെ പണിക്ക് പോക്കാം, കാപ്പി വരയ്ക്കാൻ, കൈക്കോട്ട് പണി, ഇങ്ങനത്തെ എല്ലാം പണിക്ക് പോക്കാന്ന്. പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റു. ഉമ്മക്ക് പിന്നെ എന്തോ പിന്നെ ഇതുണ്ടായിരുന്നു, അത് പിന്നെ ഒരു 5-6 വയസ്സാകുമ്പോൾ മരിച്ചു. അല്ല, ഉമ്മ ബേക്കിൽ മരിച്ചു. ഏട്ടന്മാരിലിപ്പോൾ 3 മരിച്ചു. ഇനിയിപ്പോൾ ഒരാളുണ്ട്. ഒരു ഏട്ടനുണ്ടായിരുന്നു. ആ ഏട്ടന് പിന്നെ അസ്മാരം വന്നിട്ട് മരിച്ചു. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ ക്യാൻസറായിട്ട് മരിച്ചു. അയാളാണ് നോക്കലുണ്ടായത്. അയാൾ കൈക്കോട്ട് പണിക്കെല്ലാം പോന്നി, കൈക്കോട്ട് പണി, ബിരിയാണി പണിക്കെല്ലാം പോന്നി. ഞാൻ ചെറിയപ്പോൾ വളർച്ച കുറവായിരുന്നു. എന്നെ എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് കുറവാക്കി ഇതാക്കി. പിന്നെ ഞാനങ്ങനെ മൈൻഡാക്കിയിട്ടില്ല, അത്ര വലിയ ഇതൊന്നും ആക്കിയിട്ടില്ല. ഇത് നല്ല സന്തോഷത്തിൽ ഞാൻ പോയി. ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല, കരച്ചിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. കുറവാക്കിയോ പിന്നെ അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല, ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ഒരു ഇതുണ്ടാവും, അത്ര തന്നെ വിഷമം. പണിയെടുക്കാനാകാത്തതും ഇതാക്കാത്തതും, പണിയെടുക്കാനാവില്ലല്ലോ, അങ്ങനെ സങ്കടം ഉണ്ടായിരുന്നു, വേറൊന്നുമില്ല. ഞാൻ കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. അവർ പിന്നെ 1-ലും 2-ലും പഠിക്കുന്നു. പിന്നെ ഇപ്പോൾ ഓളൊന്നും പണിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. ഞാനിങ്ങനെ ഇതാക്കിയിട്ട് വേണം ജീവിക്കാൻ. അവക്കർ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ കൊണ്ടുവന്നതാണ് ദുബൈയിലേക്ക് ഫസ്റ്റിൽ. പിന്നെ നോക്കുമ്പോൾ ഒരാളായിട്ട് ഇങ്ങനെ റെയിൻബോയിൽ ആടെ ഇടല്ലോ എന്നെ വിളിച്ചു. അങ്ങനെ പോയി. വേറെ ഒരു അച്ചായനുണ്ടായിരുന്നു, അയാൾ കുറച്ച് സഹായിച്ചു. എന്നാൽ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാണ്ടായിട്ടുള്ളൂ, ഹാർട്ടിന് സുഖമില്ലാണ്ടായിട്ടുള്ളൂ സഹായിച്ചു. എനിക്കൊരു പെട്ടിക്കട ഉണ്ടായി. പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോൾ ആരെല്ലോ കത്തിച്ചറിഞ്ഞു. ഞാൻ പെട്ടിക്കട ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്ക് രാവിലെ നോക്കുമ്പോഴേക്ക് കത്തിക്കിടക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോരാൾക്കൊരു ബിരിയാണി പണിക്കോ അതിനെല്ലാം പോകുന്നതാണ്, ഇങ്ങനെ പച്ചക്കറി മുറിച്ചിടാൻ ഇതാക്കാനൊക്കെ. ഞാൻ
ഇപ്പോൾ കിട്ടുന്ന സാലറി പറഞ്ഞാൽ 1000 ഉറുപ്പ്യാണ്. അതിൽ നിന്ന് പിന്നെ 5000 10,000 എല്ലാം അയച്ചു കൊടുക്കും. അതിൽ കൊണ്ടാണ് കുട്ടികൾ ജീവിക്കുന്നത്, മക്കൾ സ്കൂൾ പഠിക്കുന്ന ഇതാക്കുന്നതെല്ലാം. ഞാൻ ഇങ്ങനെ പീടികയിൽ അടിയിടെല്ലാം പോകുമ്പോൾ കൈ തന്ന് ഇതാക്കിയിട്ടില്ല ഇങ്ങനെ പറയും ആൾക്കാർ, നല്ല ഇതിൽ ഇതാക്കും. പള്ളിയിൽ പോകുമ്പോൾ അങ്ങനെ കൈ തരും, പോകും, വർത്താനം പറയും. പിന്നെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ കൈ നല്ല ഇതാക്കി നല്ല സന്തോഷത്തിൽ ഇതാക്കി വിടും. ഇവിടെ ഹോട്ടലിൽ പോയാൽ ചായ കുടിക്കാൻ ഇതാക്കും. ഞാൻ എല്ലാ വെള്ളിയാഴ്ച പള്ളിയിലും അടിയിലും നിസ്കരിക്കാനെല്ലാം പോകുന്നതാണ്. എനിക്ക് ഒരു വഴി കാണിച്ചു തരുമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. ഞാൻ ഒരു വീടില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കസ്റ്റമർ കാണുമ്പോൾ കൈ കൊടുക്കലും പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയലും പിന്നെ ഫോട്ടോ എടുക്കലും ഇതാക്കലെല്ലാം ഉണ്ട്. പൈസ പിന്നെ എന്തെങ്കിലും തരും, ടിപ്പ് തരും. അത്ഭുത ദ്വീപിൽ 2 മാസം വരെ പണിയെടുത്തു. പിന്നെ 5000 ഉറുപ്പ്യ കിട്ടി 2 മാസം പണിയെടുത്തിട്ട്. പിന്നെ അവിടെ കുറച്ച് ഇതുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തളർന്നു. പിന്നെ അവർ പോകുമ്പോൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കി, പൈസയൊന്നും തരുന്നില്ല, അങ്ങനെ ഇങ്ങനെ. സിനിമകൾ ജഗതി, ഇന്ദ്രൻസ്, പിന്നെ ഉണ്ടപ്പക്കറു, പിന്നെ പൃഥ്വിരാജ് ఇవరెల్లం కండిను. నీ శరీరం నుంచి తలను వేరు చేసి కాకులకు గద్దలకు విందు చేస్తాను. అంతవరకు నా നല്ല ആളാണ്. പിന്നെ ഇത് പ്രഭാസ് വന്നപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള നല്ല ഇത് കാണിച്ചു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ സിനിമ അത് ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഇതാക്കലാണ് റൂമിൽ നിന്ന്, വേറൊന്നുമില്ല. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, എനിക്ക് പിന്നെ വാട്സപ്പ് ഉണ്ട്, പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, 2000 ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീടെല്ലാം ആക്കിയിട്ട് നല്ല നിലക്ക് നിൽക്കണം, 2 കുട്ടികളും ഓളയും കൂട്ടി നല്ല ജീവിതത്തിൽ നിൽക്കണമെന്നുണ്ട് ഒരാഗ്രഹമാണ്. അതിനെല്ലാവർക്കും അതിന് സഹായങ്ങൾ ചെയ്യാനുണ്ട്.